ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ സൈബർ ബുള്ളിങ് സീൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ആരാണ് ചെയ്യുന്നത്, ആര് ത്രൂ ആണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. നിങ്ങൾക്കൊരു എനിമിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ സോളിഡ്ലി ഉണ്ട്. ഓൾ ടുഗെദർ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാത്ത വളരെ ജെന്യുവൻ ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് ഒരു പോയിന്റിൽ പ്രൂവ് ആവും. വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. വി ഹാവ് ടു. കാരണം പാപ്പു എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ ആ കുഞ്ഞിന്റെ ഒരു പ്രയാസമൊന്നും ദൈവം ഞങ്ങളുടെയൊക്കെ പിന്നെയും പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന ഒരു എനർജിയൊക്കെ മുകളിലുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഒരു സാധനം കാണാതിരിക്കില്ല. അപ്പം ദാറ്റ് ഡേ വിൽ കം. പെയ്ഡ് ആയിട്ടുള്ള കോമന്റ്സ് വരല്, അതായത് നമ്മുടെ ഇവിടെ ഒരു രീതി ഉണ്ട്, നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു ആരോ ഇടാൻ മാത്രം ആരല്ലേ. ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും എയറിലായോണ്ട് പ്രശ്നങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ഡെയിലി പരിപാടി. പക്ഷെ അപ്പൊ ഒക്കെ പാപ്പ ഭയങ്കര ചെറുതായിരുന്നു. അത് കഴിഞ്ഞ് അവളൊരു ഇച്ചിരി പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും വൈ ഈസ് യുവർ ഡാഡി സ്പീക്കിംഗ് ഇങ്ങനെ ദിസ് വേ അബൌട്ട് യുവർ മോം, ഇങ്ങനെയെങ്കിലുമൊക്കെ അവളെ സമാധാനിപ്പിച്ച് വരുന്നതിന്റെ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റിലാണ് ഷീ ഹെർ സെൽഫ് ഡിസൈഡഡ് ടു ഡു ദറ്റ് വീഡിയോ ബിക്കോസ് ഐ വോണ്ട് സ്പീക്ക്. എനിക്ക് എൻ്റെ അമ്മേനെ സഫർ ചെയ്യണ കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു ഡിസിഷനിലേക്ക് അവളാണെങ്കിലും ഞങ്ങളെല്ലാവരും ആണെങ്കിലും സ്പീക്കപ്പ് ചെയ്യാനുള്ള ഒരു ഇതിനകത്തേക്ക് എത്തുന്നത്. ഒരാൾക്ക് നമ്മളോട് പാവം തോന്നാനും കൺസിഡറേഷൻ തോന്നാനും വേണ്ട കുറെ എലമെന്റ്സ് ഉണ്ട്. അത് ഞങ്ങളുടെ ഭാഗത്തിനേക്കാൾ കൂടുതൽ ബാക്ക് ടു ബാക്ക് അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ആരോടെങ്കിലും പറയാം, ഹെൽപ്പ് സീക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഈ ഒരു ഇമേജ് മാത്രം പുറത്ത് കാണിച്ച ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് കണ്ടോളൂ, അഭിരാമി സുരേഷ്. ഹായ് അഭിരാമി. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് തന്നെ അഭിരാമിയുടെ പ്രൊമൈസസിലാണ്, അതായത് അവരുടെ യുട്ടോപ്പിയ എന്ന് പറയുന്ന കോഫി ഷോപ്പിലാണ്, പനങ്ങാട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. വന്നിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ്, നല്ലതായിട്ട് അവർ ചെയ്ത്, വളരെ സിമ്പിൾ പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ. ഈ ഒരു ക്രിയേറ്റീവ് സൈഡ് ഇത് ആരുടെയാണ്? അമൃതയുടെ ആണോ, അഭിരാമിയുടെ ആണോ? ആരുടെ ഐഡിയാസ് ആണ് കൂടുതൽ? ഇത് ആക്ച്വലി ഫുള്ളി എന്റെ തന്നെയാണ്. എനിക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോ ഒരു ലൈഫിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പനങ്ങാട് വന്ന് പെടയും, അങ്ങനെ പെട്ടെന്ന് ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്വപ്നം തേടിപ്പോയപ്പോ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. പുറകിലൊക്കെ കുറെ കഥയുണ്ട്. അതായത് ഞങ്ങൾ ആദ്യം വന്ന് കണ്ടൊരു സ്ഥലമായിരുന്നു, പിന്നെ ഇത് കൊടുക്കുന്നില്ല എന്നായി. പിന്നെ ഞാൻ അത് വിടുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അങ്കിൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു എന്റെ ഒരു സ്ഥലമുണ്ട്, മോളൊന്ന് പോയി നോക്കാൻ പറഞ്ഞപ്പോ ഈ സ്ഥലത്തായിരുന്നു വന്നെത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സ്റ്റോറി ആയിട്ട് മെൻ ടു ബി ആയിരുന്നു. ആൻഡ് സ്ലോലി നമ്മളൊരു 1 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്താണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ 24? ഇപ്പൊ ലാസ്റ്റ് ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? 24 വാസ് ലൈക്ക് ഭയങ്കര ലേണിങ്ങും ഭയങ്കര ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചു, കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അച്ഛൻ മരിച്ചത്. അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞു. അതിൽ നിന്ന് ഞങ്ങളൊന്ന് റിക്കവർ ആയി. ബിക്കോസ് ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കി മുമ്പോട്ട് പോയേ പറ്റൂ. അപ്പൊ ആ ഒരു വി ഹാവ് ടു മൂവ്. അതിപ്പം ഞങ്ങൾക്ക് വേറെ ആരുടെയും സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരാണ്. സോ വി ഹാഡ് ടു ഗെറ്റ് ബോൾഡ് ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷെ അപ്പൊ അടുത്ത പ്രശ്നങ്ങൾ വന്നു. ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും എയറിലായോണ്ട് പ്രശ്നങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ഡെയിലി പരിപാടി. അപ്പൊ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഒരുപാട് ആസ് എ ഫാമിലി, ഇൻഡിവിജ്വലിനേക്കാൾ കൂടുതൽ, കാരണം ഉട്ടോപ്യ തുടങ്ങിയത് അതിന് മുന്നത്തെ വർഷമായിരുന്നു. 23 മാർച്ചിൽ അങ്ങാണ്ട്, അതെ മാർച്ചിലായിരുന്നു തുടങ്ങിയത്. അതായത് ഇത് തുടങ്ങി കഴിഞ്ഞ് 1 മാസം കാണും കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ ഡൈഡ് ഇൻ ഏപ്രിൽ ആക്ച്വലി. അപ്പോ അത് കഴിഞ്ഞ് അതിന്റെയൊക്കെ ഗ്രോത്ത്, അതിന്റെയൊക്കെ സന്തോഷമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അച്ഛൻ്റെ ഒരു ഇത് വന്നു. അത് കഴിഞ്ഞ് വേറെ ഇഷ്യൂസ് ബാക്ക് ടു ബാക്ക് വന്നു. സോ ഈ വർഷം ഇസ് ഓൾ അബൌട്ട് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്നതിന്റെയും ഞങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിന്റെയും ഒരു വർഷമായിരുന്നു. ഓർക്കാൻ അങ്ങനെ നല്ല ഓർമ്മകൾ ഒന്നും പ്രത്യേകിച്ച് ഇല്ലാത്തൊരു ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പാപ്പുവിന് വേണ്ടി, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പാപ്പുവിന് വേണ്ടി ചെയ്തേ പറ്റും. ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും അച്ഛനില്ലെങ്കിലും അയാളുടെ അച്ഛനും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു അമ്മ എന്ന രീതിയിലും അച്ഛനെന്ന രീതിയിലും ഒക്കെ നമ്മൾ ഓരോരുത്തരും നിന്ന് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം വി ഡിഡ് എവറിത്തിങ് ഫോർ ഹെർ ആൻഡ് വി ആർ സ്റ്റിൽ ഡൂയിങ് എവറിത്തിങ് ഫോർ ഹെർ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നിങ്ങൾ ഒട്ടും ലൈഫിൽ നിങ്ങളെന്നല്ല, നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, നമ്മൾ ആരും അൺഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ പിന്നീട് എപ്പോഴും ചെറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ എപ്പോഴും ലൈഫിൽ നടക്കണം എന്ന് എല്ലാവരും നമ്മൾ ഒക്കെ വിഷ് ചെയ്യണത് അല്ലേ. പക്ഷേ
എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസും ഈ പറയുന്ന പോലെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന പോലെ അച്ഛൻ്റെ മരണമായിക്കോട്ടെ, അതിന് ശേഷമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന കുറേ ഇഷ്യൂസും പ്രോബ്ലംസ്, ഇതെല്ലാം നിങ്ങൾ ക്ഷണിക്കാതെ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഒക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് വന്നു പോയിട്ടുണ്ട്. ഇപ്പോ അബ്രാമി സൂചിപ്പിച്ച പോലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫൈറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ. അപ്പോ നിങ്ങളൊക്കെ അത്രയും ബോൾഡ് ആണോ, അതോ ഇപ്പം ബോൾഡ് ആയോ? ലേഡീസ് ഇതിനെ എങ്ങനെ, അമ്മ, നിങ്ങൾ 2 ഗേൾസ്, അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യണത്? ഓൾ ത്രൂ ദ വൈൽ ഇപ്പം അച്ഛൻ ഉള്ളപ്പോഴായിരുന്നെങ്കിലും ഞങ്ങൾ തന്നെയായിരുന്നു കൂടുതലും ഏർണിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ്. എന്നാലും അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. തന്നെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളുള്ളപ്പോ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. യു ഫീൽ സേഫ്. വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ അച്ഛനുള്ള വീട് എന്ന് പറയുന്നത് നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എന്റെയും ചേച്ചിയുടെ കേസിൽ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൈനർ ആയിട്ടുള്ള ഒരാളും ഒരു നല്ല പ്രായമുള്ള ഒരാളുമാണ്. ഞങ്ങൾക്ക് ഇവരെ 2 പേരെയും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ഫുള്ളി ഞങ്ങളുടെ 2 പേരുടെയും മേത്താണ്. അപ്പം നമ്മളവിടെ ഈ പറയുന്ന പോലെ ഒരു കാര്യങ്ങളിലും ഞങ്ങൾക്ക് വീണ് പോയാൽ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല. വി ഹാവ് ടു കീപ് പുഷിങ് അവർ ലിമിറ്റ്സ്. ആരിനിപ്പോൾ എന്ത് പറഞ്ഞാലും പലപ്പോഴും ഞങ്ങളുടെ സൊസൈറ്റിയിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിഷമം ആൾക്കാർക്ക് കണ്ടാലേ അത് കൺവിൻസിങ് ആവുള്ളൂ. അയാൾ വിഷമിക്കുകയാണോ, അയാൾ ഹാപ്പി ആണല്ലോ, കണ്ടില്ലേ എന്നുള്ളത് പറയുമ്പോഴാണ്. ഞാൻ വിഷമിച്ചിരിക്കുകയെന്ന് ഞാൻ കുറേ പറഞ്ഞ ആൾക്കാരെ കൺവിൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് വിഷമം ഉണ്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഡെലിവർ ആവുള്ളൂ. പക്ഷെ ഞങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങൾക്ക് ഭയങ്കര അതായത് നമ്മുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം കൂടുതലും വിവാദങ്ങളും പ്രശ്നങ്ങളും മാത്രമാണെങ്കിൽ ഓൺ എ പ്രാക്ടിക്കൽ നോട്ട് ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് കൊളാബ് കിട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഷോ കിട്ടാനോ അവർക്ക് ഫുൾ ടൈം പ്രോബ്ലംസ് ഈ ഒരു സാധനമാണ്. അപ്പൊ ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങളുടെ കിട്ടുന്ന പ്ലാറ്റ്ഫോംസിൽ ഞങ്ങളുടെ ഹാപ്പി ടൈംസും ഞങ്ങളുടെ ഫാമിലി മൊമെന്റ്സും ഇത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ പ്രൊഫഷനെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നു. കാരണം നിങ്ങൾക്ക് ആ ഒരു ഇപ്പൊ അഭിരാമി പറഞ്ഞ ആ ഫാക്ടറിലേക്ക് എത്താൻ നിങ്ങൾക്ക് അപ്പൊ ശരിക്കും ഒരു സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ജസ്റ്റ് ടു മേക്കപ്പ് ഈ പറയുന്ന പോലെ കുറെ ബാഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് ഇപ്പുറത്തെ സൈഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഡേ ടു ബേസിസിൽ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ വ്ലോഗേഴ്സ് ആണ്. അപ്പം അത് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ സിസ്റ്റേഴ്സ് നിങ്ങൾ ശരിക്കും അതിലെ എങ്ങനെയാ അമൃത നമ്മളിതിങ്ങനെ ബാലൻസ് ചെയ്യുക? അങ്ങനെ നിങ്ങൾ ഒരുപാടിരുന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ടോ? യെസ് ചേച്ചി, ഞങ്ങളുടെ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു വിഷമം വന്നാലും അത് പിന്നെ റെഗുലർ ആയിട്ട് വരുന്നോണ്ട് പിന്നെ ഇപ്പൊ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ട്രോങ് ആയി. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഈ സൈബർ ബുള്ളിങ് സീൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ആരാണ് ചെയ്യുന്നത്, ആര് ത്രൂ ആണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ ഇപ്പം ഇത് ഓർഗാനിക് അല്ല. മനസ്സിലായി നിങ്ങൾക്കത്? വിത്ത് പ്രൂഫ്സ് വി നോ ഹൂ ഡിഡ് വാട്ട് എക്സാക്ട്ലി. നിങ്ങൾക്കൊരു എനിമിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ സോളിഡ്ലി ഇപ്പൊ എനിക്കറിയില്ല അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഈ പെയ്ഡ് ആയിട്ടുള്ള കോമന്റ്സ് വരല്, അതായത് നമ്മുടെ ഇവിടെ ഒരു രീതി ഉണ്ട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു ആരോ ഇടാൻ മാത്രം ആരാല്ലേ ചേച്ചി? അതിപ്പോ എല്ലാവർക്കും നോർമലി അറിയായിരിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരാളുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ, ഇപ്പൊ എന്റെ ഈഗോ എത്രത്തോളം വലുതാണ്, എത്ര വേഗം എന്നെ ട്രിഗേർഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചിലരുടെ ഈഗോ നമ്മൾ അവരോട് തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാൽ പോലും അവരുടെ ഈഗോനെ ട്രിഗേർഡ് ആവും. അങ്ങനെ ട്രിഗേർഡ് ആയാൽ വേണമെങ്കിൽ ആ ആളുടെ ആ ആൾ എത്രത്തോളം അതിനെ ഹാൻഡിൽ ചെയ്യുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ടം 3-4 പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലിയാണ്. അച്ഛനുള്ളപ്പോഴാണെങ്കിലും അച്ഛൻ അത്ര ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഹി വാസ് നോട്ട് എ വെരി നമുക്ക് വെട്ടാൻ പോവാം അങ്ങനെ പറയുന്ന ഒരാളായിരുന്നില്ല. ഹി വാസ് എ വെരി ഒരു അഹിംസയായിരുന്നു അച്ഛൻ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇപ്പുറത്ത് അടി കിട്ടിയാൽ പിന്നെ അടുത്ത് വാങ്ങിച്ചോ മിണ്ടായിരുന്നു, അതോടെ തീരുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചിയുടെ ലൈഫിലാണെങ്കിലും കുറെ കാലം മിണ്ടായിരിക്കേണ്ട സാഹചര്യമൊക്കെ വന്നത്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് എന്നാ 2 പൊട്ടിക്കാന്നുള്ള രീതിയിൽ ഒരാളിങ്ങനെ ഇറങ്ങിത്തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും, ഞങ്ങളുടെയൊക്കെ ലൈഫ് പോലെയൊക്കെ ഇരിക്കും. അത്രേ പറയാനുള്ളൂ. അത് തമാശയായിട്ട് ഇപ്പൊ പറയാന്നുള്ളതാണ്, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും നല്ല തോന്നിയിട്ടുണ്ടാവും, ഒബ്വിയസ്ലി നിങ്ങൾ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടാവും, വൈ ദിസ്, നമുക്ക് എപ്പോഴും ബാക്ക് ടു ബാക്ക്, അല്ലെങ്കിൽ ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അപ്പൊ തന്നെ അടുത്തത്.
എന്തിനാ ഇങ്ങനെ ഓരോരുത്തരും ടോർച്ചർ ചെയ്യണത്? നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പിന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അതായത് ഓരോ കേസ്, ഓരോ ക്രിമിനൽ കേസ് ഒക്കെ കഴിയുമ്പം അതിനകത്ത് കൾപ്രിട്ടായിരുന്ന ആൾക്കാർ സുഖമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. സത്യം. നമ്മളിപ്പോ ഈ പറയാനും മാത്രം എന്ത് ക്രൈമാണ് ചെയ്തതെന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞ ചേച്ചി, നമുക്ക് ഓരോ കാര്യങ്ങളും അത് ശരിയായി വെറുതെ ആൾക്കാർക്ക് വെറുപ്പുണ്ടായതല്ല. നമ്മുടെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു പോസ്റ്റിന്റെ താഴെ ഒരു 10 കമന്റ്സ് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആ വൈബിനൊത്ത് നാട് ഓടുമ്പം കമന്റ്സും നടുവേ അങ്ങ് ഓടുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ആ 10 കമന്റ്സ് ഞങ്ങളുടെ എന്ത് കണ്ടന്റ് വന്നാലും കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് സോളിഡ്ലി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫേക്ക് അക്കൗണ്ട്സ് ആണ്, അത് ജെന്യുവൻ ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവരുടെ ഇത് കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റവന്യൂ സോഴ്സ് അതാണ്, പ്രൈമറി സോഴ്സ് അതാണ്. അപ്പോൾ വി കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമുക്ക് വിഷമം ഉണ്ടാവും ഇടയ്ക്കൊക്കെ. നല്ല രീതിക്ക് ഇപ്പം എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ലൈഫ് വലയ്ക്കുന്ന ഞാനാന്നുള്ള ഒരു സാധനം വരെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. എന്റെ അച്ഛനമ്മയുടെ പേരും അതിനകത്ത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ചേച്ചിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? സിബ്ലിങ്സ് ഉണ്ടോ? എനിക്ക് 2 ബ്രദേഴ്സാ. അവർക്ക് എന്തെങ്കിലും പറ്റിയ ചേച്ചി കൂടെ നിൽക്കില്ലേ? തീർച്ചയായിട്ടും. ഇത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഓൾ ത്രൂ ദ വൈൽ. കാരണം എന്റെ ചേച്ചിക്ക് കോൺസ്റ്റന്റ്ലി പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഐ വാസ് ഓൾവേസ് വിത്ത് ഹർ. അതെന്റെ അച്ഛനമ്മേനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 2 ഗേൾസും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു അഫെക്ഷൻ കൂടും അവിടെ. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ രണ്ടുപേരും ചേച്ചി ടീൻ ആയിക്കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ചെറുപ്പം മുതലാണെങ്കിലും അങ്ങനെ പുറത്തൊന്നും കളിക്കാൻ വിടാറൊന്നുമില്ല. ഞങ്ങൾ തന്നെ വീട്ടിലിരുന്ന് ഓരോരോ മണ്ടൻ കളികളൊക്കെ കളിക്കും. ഇങ്ങനെയായിരുന്നു വേ വി വെയർ. അപ്പൊ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ബി ദെയർ ഫോർ. ഞങ്ങൾക്കൊരു ബ്രദർ ഇല്ല. അപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്തതിന് വരെ എന്നെ കുറ്റം പറയുന്നുണ്ട്. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ഇതുവഴി കേൾക്കുക, ഇതുവഴി വിടുക എന്നുള്ളൊരു പാറ്റേൺ. ഇടയ്ക്ക് കരയുകയും ചെയ്യുക, എന്നിട്ട് വിടുക. നിങ്ങളിൽ ആരാ ശരിക്കും കൂടുതൽ ബോൾഡ് ആയിട്ടുള്ള? ആരാ? അത് സിറ്റുവേഷണൽ ആണെന്ന് തോന്നുന്നു. ബാലൻസിങ് ആണ്. ചില സമയത്ത് ഒരാൾ, ചില സമയത്ത് ഒരാൾ, അങ്ങനെയാണ്. അതെ അതെ അതെ. അതിപ്പം എന്നെ കാണുമ്പോ എല്ലാവരും എന്റെ ഒരു ശബ്ദവും ലുക്കും വൈബൊക്കെ കാണുമ്പോ എല്ലാവരും വിചാരിക്കും ഒരു അമ്മ എടുത്ത് എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ കരയുന്നുണ്ട് കഴിഞ്ഞാൽ പാപ്പുവിനേക്കാളും കഷ്ടത ഞാൻ കരയും. ഐ എം വെരി ഇമോഷണൽ. ഓൺലി തിങ് എനിക്ക് സംസാരിക്കാൻ അറിയാം എന്ന് തോന്നുന്നു. അതായത് കുറച്ചുകൂടെ അമൃതേശിനെക്കാളും എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നീ എന്തിനങ്ങനെ ചെയ്തേന്ന് ചോദിക്കാനുള്ള ഒരു തിളപ്പുണ്ട് എന്റെ വീട്ടില്. ആ ഒരു തിളപ്പ് എനിക്കുണ്ട്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെറും എഗ്ഷെല്ലാണ്. ജസ്റ്റ് പൊട്ടി. ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കരയുമ്പം അടുത്ത ആള് സമാനിപ്പിക്കും. അടുത്ത നിന്റെ ടേൺ എന്ന് പറഞ്ഞു ആ ഒരു പാറ്റേൺ അങ്ങനെ പോണു. അത്ര തന്നെ. നിങ്ങൾക്കപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഇതേ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ബ്രദർ ഇല്ലാത്തതിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാ അങ്ങനെയല്ല ചേച്ചി. ബ്രദർ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനൊരു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്റെ ചേച്ചി അത്ര നല്ലൊരു ചേച്ചിയാണ്. ഷീസ് എ വണ്ടർഫുൾ സിസ്റ്റർ. എനിക്കൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹിക്കാനും മാത്രമുള്ള ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ കൂട്ടൊരു പ്രോബ്ലം, ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി അപ്ഫ്രണ്ട് ആയിട്ട് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് ഇത്ര ബോൾഡ് പേഴ്സോണ കാണിക്കേണ്ട ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മള് അങ്ങനെ ആയി മാറുന്നതാണ്. ആരും ഇങ്ങനെ ജനിക്കുമ്പോഴേ ബോൾഡായി വരുന്ന ആൾക്കാരല്ല. സിറ്റുവേഷൻസ് ആണ് നമ്മളെ അങ്ങനെ ആക്കുന്നത്. ആൻഡ് ബോൾഡ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള. അതെ. ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അഹങ്കാരിയാണ്. അതെനിക്ക് മുദ്ര കുത്തിയിട്ടുള്ളതാണ്. എനിക്ക് പറയാനുള്ളതാണ്. അപ്പൊ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ പ്രോബബ്ലി പുള്ളി അത് ഹാൻഡിൽ ചെയ്തേനെ. അങ്ങനെ എന്തൊക്കെയാറുണ്ട്. നമ്മൾ പൊതുവെ പറയുന്ന ഒരു ചൊല്ലു പോലെ ഉണ്ട്, നാദിനില്ല കളരിയിൽ ആൾക്കാർ കയറി അങ്ങ് കളിക്കും, അങ്ങ് അഴിഞ്ഞാടും എന്നുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാല് വേറെ ഇപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛനും വളരെ ക്വയറ്റ് ആയിട്ടുള്ള ശാന്ത സ്വഭാവമാണ് അങ്കിളിന്റേതും. അങ്ങനെ ഒരാളായിരുന്നു. ഇപ്പൊ വീട്ടിലും അതെ. നിങ്ങളുടെ പ്രത്യേകിച്ച് ആരും ഒരു ഇല്ലാത്തപ്പം ആർക്കും ഈ പറഞ്ഞ കമന്റ്സിലൂടെ ആണെങ്കിലും നിങ്ങൾക്കിട്ട് പണിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് എഗെയിൻസ്റ്റ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിന് അല്ലെ ആൾക്കാർ ആ ഒരു ധൈര്യത്തോടെയാണ് അവര് വരണത്. പിന്നെ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ ചേച്ചിയുടെ കാര്യങ്ങളിലാണെങ്കിലും പലപ്പോഴും ഞാൻ ഇടപെടേണ്ടാത്തതല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞൊരു ആരെങ്കിലും ഒരാൾ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണം. ആ ഒരാൾ ആവണ്ട വന്നതാണ്. അല്ലാതെ എനിക്ക് എന്റെ കാര്യം നോക്കി സമാനമായിട്ടൊരു സൈഡിൽ കൂടെ പോയാൽ മതി. പക്ഷെ എന്റെ വീട്ടിലെല്ലാവരും വിഷമിക്കുന്ന കാണുമ്പോൾ എസ്പെഷ്യലി അമ്മയൊക്കെ വിഷമിക്കുന്ന കാണുമ്പോൾ പല സിറ്റുവേഷൻസിലും എനിക്ക് സംസാരിക്കേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് തലയിട്ടിട്ടുള്ളത്. പക്ഷെ അതിനും പറയാനുണ്ടാവും. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല.
That's all. അപ്പൊ ഈ വരുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? നോക്കാറൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ അതെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇട്ട് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെ നിങ്ങളെ മോശമായിക്കൊണ്ടുള്ളതാണ് ഈ കമന്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുമ്പോ വീണ്ടും അത് നോക്കി മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാ അപ്പോ? ചേച്ചി അതൊരു എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇത് മാറി ഈ പോസ്റ്റിനെങ്കിലും തെറിവിളി ഉണ്ടാവാതിരിക്കുമോ എന്നറിയാനാണ്. വി ആർ ലുക്കിംഗ് ഫോർ സം ലൈറ്റ്, യുനോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ ഒരു നെഗറ്റീവ് സാധനമല്ല നമ്മൾ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്. അതിനകത്ത് അതിന്റെ താഴെ എന്തെങ്കിലും ഒരു മാറ്റം വന്നു, ഈ വട്ടമെങ്കിലും പുള്ളി നിർത്തിയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് നിർത്തിയോ എന്നുള്ള ഒരു സാധനമാണ് മോസ്റ്റ്ലി നോക്കാറുള്ളത്. പക്ഷെ ഇപ്പം ആഫ്റ്റർ ദ റീസെന്റ് ഇൻസിഡൻസ് ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട്. ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട്. അത് കാരണം പലപ്പോഴും പലരും പല കാര്യങ്ങളും അറിയാതിരുന്നതിന്റെ ആണ് ഇതൊക്കെ എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അത് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു സാധനം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പുഷ് കിട്ടുക മുമ്പോട്ട് പോകാൻ. ആ ഒരു പുഷിന് വേണ്ടിയിട്ട് ഇനിയാണെങ്കിലും കമന്റ്സ് വായിക്കുകയും ചെയ്യും. ആൻഡ് വാട്ട് ഡസന്റ് കിൽ യു മേക്സ് യു സ്ട്രോങ്. എന്താണ് വിഷമിപ്പിക്കുന്നത് അത് നമ്മളെ സ്ട്രോങ്ങേ ആക്കുള്ളൂ. പക്ഷെ നമ്മളെ കുറെ സമയം നമ്മളെ വിഷമിപ്പിച്ച് കുറെ നെഗറ്റീവ് തോട്ട്സിലും ഡിപ്രഷനായിട്ടും നമ്മുടെ കുറെ ടൈം അങ്ങനെ പോവല്ലേ? പോവും ചേച്ചി. അതിന്റെ ഒപ്പം കുറച്ച് വാശിയും വരും കുറെ കഴിയുമ്പോ. അതായത് ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഫസ്റ്റ് ഇൻസിഡന്റോ സെക്കൻഡ് ഇൻസിഡന്റോ അല്ല, ഒരു 10-15 വർഷം ആവുന്ന ഏകദേശം. നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ മേളിൽ ഇത്രയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പ്ലസും മൈനസും എല്ലാം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതെ അതാണ് നമുക്ക്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. എനിക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഒരു ഓപ്ഷനും ഇല്ല. നമുക്കിത് ചെയ്തേ പറ്റും. എല്ലാരും ചോദിക്കാറുണ്ട് നിങ്ങളിത് വീടിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടല്ലേ എന്നുള്ളത്. ചേച്ചി നമ്മൾ പണ്ടുകാലം മുതൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ആൽബം ഉണ്ടാവും. അത് നമ്മളെ അറിയുന്ന ഒരു 10-20 പേര് എന്തായാലും കാണുകയും ചെയ്യും. അതാണ് ഇവോൾവ് ആയി സോഷ്യൽ മീഡിയ. വി ഹാവ് എൻ ആൽബം ദർ. നമ്മളെ അറിയുന്ന നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് അത് കാണും. സോ ഈ സംഭവമൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്ത് അതിനകത്ത് ഡെഫിനറ്റ്ലി വരുന്ന ഇൻകം നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കയറി വരുന്നത് ഓർഗാനിക് അല്ല നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താൻ പറ്റുന്നില്ല. വി ഹാവ് ടു കീപ് ഗോയിങ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരിക്കൽ പോലും നിങ്ങൾക്ക് അമൃതയ്ക്കാണെങ്കിലോ അഭിരാമിക്കാണെങ്കിലോ നമുക്ക് ഇനി സോഷ്യൽ മീഡിയയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ട, നമുക്ക് ഈ ഒരു ഭാഗം സൈലന്റ് ആക്കി വെക്കാം, ജസ്റ്റ് മേക്ക് ഇറ്റ് നമ്മുടെ ഒരു സംഭവം പ്രൈവറ്റ് ആക്കി തന്നെ നമുക്ക് വെക്കാം എന്ന് എപ്പോഴെങ്കിലും അപ്പൊ നിങ്ങൾക്ക് തോന്നിയോ? പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു മേ ബി ഒരു 5 വർഷമൊക്കെ മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡീആക്ടിവേറ്റ് ഒക്കെ ഓൺ എ വെരി സോഷ്യൽ മീഡിയ ലെവലിൽ പറയുകയാണെങ്കിൽ എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്ത് പോവാറുണ്ട്. ഫോർ ഹൗ ലോങ്? ഞാൻ നല്ല ലോങ് ആയിട്ട് ഇപ്പം വാട്സാപ്പ് അടക്കം 8 മാസത്തോളമൊക്കെ യൂസ് ചെയ്യാതെ ഇപ്പോഴും ഞാൻ അങ്ങനെ വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല. എന്നെ ഇതിന് വിളിച്ചപ്പോഴും ഞാൻ ഐ വാസ് സേയിങ് ലൈക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഞാൻ നോക്കുള്ളൂ. അതെന്തുകൊണ്ടാ? എനിക്കത് ഇതിനകത്തൊന്നും എനിക്ക് വലിയ ഡെപ്ത് ഒന്നും തോന്നാറില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരാണെങ്കിലും വിളിക്കും, അത്യാവശ്യമാണെങ്കിലും വിളിക്കും. അല്ല ഇപ്പൊ എന്റെ അടുത്തൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ അയാൾ ചെക്ക്, അല്ലാതെ അതിനകത്തൊന്നും വലിയ കാര്യമില്ല. സോ ഈ ഇടയ്ക്കൊക്കെ കുറെ ഡീആക്ടിവേറ്റ് ചെയ്ത് പിന്നെ മനസ്സിലായി ആർക്കാ നഷ്ടം, എനിക്കാ നഷ്ടം. ഞാനാണ് ഓഫ് ദി സ്ക്രീൻ ആവണേ. ഞാൻ ഓഫ് ദി സ്ക്രീൻ ആയ എനിക്ക് ഷോ കിട്ടില്ല, എന്റെ ഇൻകം സ്റ്റോപ്പ് ആവും. പിന്നെ ഞാൻ എന്തിനാ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു? കുറച്ച് ആൾക്കാർ പറയണ വിഷമമൊക്കെ കുറച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മുമ്പ് ഈ പറഞ്ഞ പോലെ ഡീആക്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഒളിച്ചോടാറുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പൊ കുറേ കൂടെ മെച്ചുവേർഡ് ആയി അല്ലേ? അറ്റ്ലീസ്റ്റ് പുറത്ത് കാണിക്കുന്നത് അതാണ്. ഇനി അങ്ങനെയൊന്നും ഞങ്ങൾ പെട്ടെന്ന് തളരില്ല, നമ്മള് ഓൾ ദ മോർ സ്ട്രോങ് ആയി എന്നുള്ളതാണ് നമ്മള് കാണിക്കുന്നു. അങ്ങനെ ഒരു മാസ്ക് ഇട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? മാസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടിടുന്നു, അത്ര തന്നെ. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും ഈ പറച്ചില് തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര പെയിൻഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ആ ഒരു ഇതിലൂടെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ വീട്ടിലെ അമ്മുമ്മ, അത് കഴിഞ്ഞ അമ്മ, അത് ഞാൻ ചെറിയ എങ്ങനെ വിളിക്കാം മോള് അമൃതയുടെ അഭിയമ്മ. അപ്പം നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ ഒരു ഇത്, അവളും ഇന്നത്തെ ന്യൂജൻ അവര് കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ ഇപ്പത്തെ ബുദ്ധി തന്നെയാണ്. വെരി സ്മാർട്ട് അല്ലേ? അവരുടെ അന്നത്തെ ഏജിലെ വെച്ച് നമുക്ക് ഒരിക്കലും ഇന്നത്തെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര അവർ ഭയങ്കര ബ്രില്യന്റ് ആണ്. അപ്പൊ അവൾ ഇതെല്ലാം അവൾക്ക് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എത്ര ഹൈഡ് ചെയ്തെന്ന് പറഞ്ഞാലും അവൾക്ക് പലതും റീഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫേസിൽ നിന്നും. അവളും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. സോ
മോൾ എങ്ങനെയാ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ആൻഡ് ഹൗ ബോൾഡ് ഈസ് ഷീ? അതായത് അവളുടെ വളരെ ചെറിയ ഏജിലായിരുന്നു വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പല ഇൻസിഡൻസും ഉണ്ടായത്. അപ്പം എത്രയോ സ്ഥലങ്ങളിലെ ഡിവോഴ്സുകളും കസ്റ്റഡി കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ഇവരുടെ എല്ലാം ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. ഈവൻ ദ കോർട്ട് സീൻസ് വെയർ ലൈക്ക് വെരി ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. അപ്പം പാപ്പു വളരെ ഭയങ്കര ചെറുതിലെ കണ്ട് വളർന്നിട്ടുള്ളത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഭയങ്കര ചെറിയ പ്രായം മുതൽ അമൃതേച്ചിയും പാപ്പും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. ചേച്ചിയുടെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെ കേസിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവര് നമ്മൾക്കൊക്കെ ഫോൺ കിട്ടുന്ന എപ്പോഴാണ്. ഇവരുടെ LKG മുതൽ ഫോൺ നോക്കി ക്ലാസ് പഠിച്ച കുട്ടികളാണ്. ദേ നോ ടു ലോഗിൻ, ദേ നോ എവറിഥിങ്. പാപ്പു ഒക്കെ എന്ന് പറയുന്നത് എനിക്കൊരു യൂട്യൂബ് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. അതിനകത്ത് അവളുടെ ഒരു 6 വയസ്സിലെന്തോ മോട്ടിവേഷണൽ ടോക്ക് ചെയ്തിരുന്ന കുട്ടിയാണ്. അതിനകത്ത് ഞാൻ ത്രെഡ് മാത്രം പറഞ്ഞു കൊടുക്കും, മോനെ ഈ ഒരു കഥ ഒന്നും എങ്ങനെയും പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞപ്പം അവളുടെ ലൈഫിൽ 6 വയസ്സിലെ എക്സ്പീരിയൻസിൽ വന്നിരുന്ന വലിയ മോട്ടിവേഷൻ പറഞ്ഞിരുന്ന ആളാണ്. അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ അവൾക്ക് അങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായത് കൊണ്ടും അമൃത ചേച്ചി എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നുവെച്ചാൽ അവൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാവേണ്ട ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിലെല്ലാം എക്സ്പോസ്ഡ് ആണ്. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മക്കളെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെ നമുക്ക് പറ്റില്ല. സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ അവർ സ്കൂളിൽ ഫോൺ കൊണ്ടുവരുന്ന പിള്ളേരാണ്, അവര് സംസാരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇവളായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങിയപ്പം മമ്മി എന്തിനാണ് ഇത്രയും എനിക്ക് മമ്മീനെ ശരിക്കും അറിയാം, എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്, സംസാരിച്ചൂടെ, അങ്ങനെ ചോദിച്ചാണ് പല കാര്യങ്ങളും പാപ്പുവിലേക്ക് നമ്മൾ പറയേണ്ടത് തന്നെ വന്നിട്ടില്ല. ആൻഡ് ദെൻ ഷീ ഈസ് വെരി ബോൾഡ്. അപ്പൊ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ ഒരു ഈ പറഞ്ഞ കൂട്ടി ഈ മാസ്ക് എന്തെങ്കിലും വീഴുമ്പോൾ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് അത്ര ഉറപ്പുള്ള ഒരാളാണ് പാപ്പു. ഷീ ഈസ് വെരി ബോൾഡ് ഗേൾ. ആൻഡ് ഇപ്പോഴേ ആള് പറയും എനിക്ക് ലോ എടുക്കണം, എനിക്ക് മമ്മീനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, കാരണം എനിക്കറിയാം ഇതിന്റെ ട്രൂത്ത്, എനിക്ക് ഐ വോണ്ട് ഫൈറ്റ് തിങ്സ് എന്ന് എപ്പോഴും പറയുന്ന ആളാണ്. ആൻഡ് നമ്മളൊക്കെ ചെറുതിൽ ഞാനൊക്കെ എനിക്ക് നടിയാവണമെന്നായിരുന്നു ആ പ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവള് ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും എനിക്ക് ലോ എടുക്കണം, എനിക്ക് ലോയർ ആവണം, എനിക്ക് മമ്മീനെയൊക്കെ ഫൈറ്റ് ചെയ്യണം എല്ലാവരുടെയും മുമ്പിൽ, എനിക്ക് എല്ലാ ട്രൂത്തും എല്ലാവരുടെ അടുത്തും പറയണം എന്നൊക്കെ പറയുന്ന ആളാണ്. That's her level of boldness and maturity. അവൾ എന്തെങ്കിലും ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാരും കാണുന്നുണ്ട്, ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ മൊബൈൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മോള് സ്കൂളിൽ പോയിട്ട് ബാക്കി ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെ പാപ്പുന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് ചേച്ചി. അതായത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ അമൃതേച്ചി ഒരു ലോങ് ടേം ഇപ്പൊ നമ്മളെല്ലാരും സംസാരിക്കുന്നതിനെ പറ്റിയാന്ന് എല്ലാവർക്കും അറിയാം. സോ ആ ഒരു ഇഷ്യൂല് കുറെ കാലം ഉണ്ടായിരുന്നതാണ്. അതിനകത്ത് ഒരുപാട് ഫേക്ക് കോൾസ്, അതുപോലെ ഒരുപാട് റെക്കോർഡഡ് ലീക്ഡ് കോൾസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാലമായിട്ട് ഇങ്ങനെ അറ്റാക്സ് ചേച്ചിക്ക് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അപ്പൊ ഒക്കെ പാപ്പ ഭയങ്കര ചെറുതായിരുന്നു. അത് കഴിഞ്ഞ് അവളൊരു ഇച്ചിരി പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും വൈ ഈസ് യുവർ ഡാഡി സ്പീക്കിംഗ് ഇങ്ങനെ ദിസ് വേ അബൌട്ട് യുവർ മോം ഇസ് അഗ്ലി, യുവർ ഡാഡി സെഡ്, ഇങ്ങനത്തെയൊക്കെ കുറെ ഇഷ്യൂസ് പുള്ളിക്കാരത്തേക്ക് വന്നപ്പോഴാണ് ഇവള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചേച്ചി അടുത്ത് വന്ന് പറഞ്ഞത് മമ്മി എനിക്ക്. എന്നിട്ട് പിന്നെ സ്കൂളിൽ പോകാണ്ടൊക്കെ ഇരുന്ന് കുറെ ദിവസങ്ങള് മമ്മി എങ്ങനെയെങ്കിലും ഇത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും ചേച്ചി ഒന്നുമില്ല അച്ഛയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാം സംസാരിച്ച് വിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അവളെ സമാധാനിപ്പിച്ച് വരുന്നതിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റിലാണ് ഷീ ഹെർസെൽഫ് ഡിസൈഡ് ടു ഡു ദറ്റ് വീഡിയോ ബിക്കോസ് ഐ വോണ്ട് ടു സ്പീക്ക്. എനിക്ക് എൻ്റെ അമ്മേനെ സഫർ ചെയ്യണ കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു ഡിസിഷനിലേക്ക് അവളാണെങ്കിലും ഞങ്ങളെല്ലാവരും ആണെങ്കിലും സ്പീക്കപ്പ് ചെയ്യാനുള്ള ഒരു ഇതിനകത്തേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഓഫ് ടൈമിൽ ഒരു പുറത്തുനിന്നുള്ള ഒരു അഡ്വൈസോ ഒരാളുടെ ഒരു കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്പൊ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇഷ്യൂസിൽ നിന്നും നിങ്ങൾക്കൊന്ന് ഇതായി വരണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അതിനകത്ത് എല്ലാവർക്കും എംപത്തൈസ് ചെയ്യാൻ പറ്റും. എനിക്ക് ചേച്ചിയുടെ അടുത്ത് പറയുമ്പോഴും ചേച്ചിക്ക് അയ്യോ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഒരു കേസിൽ എന്ന് പറഞ്ഞാല് മറുവശം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആൻഡ് വെരി കൺവിൻസിങ് ആയിരുന്നു. അതായത് ഇപ്പം മാത്രമല്ല ഒരാൾക്ക് നമ്മളോട് പാവം തോന്നാനും കൺസിഡറേഷൻ തോന്നാനും വേണ്ട കുറെ എലമെന്റ്സ് ഉണ്ട്. അത് ഞങ്ങളുടെ ഭാഗത്തിനേക്കാൾ കൂടുതൽ ബാക്ക് ടു ബാക്ക് അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ആരോടെങ്കിലും പറയാം, ഹെൽപ്പ് സീക്ക് ചെയ്യാം, മെഡിക്കൽ ഹെൽപ്പ് ആണെങ്കിലും സീക്ക് ചെയ്യാം. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും എന്നാലും നമ്മുടെ അകത്ത് നിന്ന് സഫർ ചെയ്തവർക്കേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഫാമിലിയിൽ തന്നെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസിന്റെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് സീക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ അവർക്കാണെങ്കിലും മനസ്സിലാവാതായി തുടങ്ങി ഒരു പോയിന്റ്. കാരണം അവര് നോക്കുമ്പോ ഈ പറഞ്ഞ തൊട്ട് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള വ്ളോഗിങ്ങും കാര്യങ്ങളും മാത്രമാണ്. അപ്പൊ ഇവർക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ഇവര് ചുമ്മാ എന്നുള്ളത് പറയും. വെറുതെ എന്തിനാണ് നമ്മുടെ വിഷമം നമ്മുടെ 4 പേര് നമ്മുടെ ഈ ചുമരിനകത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള ജസ്റ്റ് പറഞ്ഞത് ചെയ്യുക. നമ്മളായിട്ട് ഒന്നിനും അങ്ങനെ വി ഹാവ് നോട്ട്
ആരും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ ഫാക്ട്. വിവ് ഓൾവേസ് ബിൻ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക്. ഓക്കെ. എന്താ ചൂടുവെള്ളത്തിൽ വീണ് വീണ് അങ്ങനെ തഴമ്പിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതെ. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. യെസ്. സെഗ്മെന്റിന്റെ പേരെന്ന് പറയുന്നത് തന്നെ പറയാതെ വയ്യ. ഓക്കെ. ഓക്കെ. മറ്റുള്ളവർക്ക് എന്തും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു ത്വര കാണുമ്പോൾ പൊതുവെ ദേഷ്യം തോന്നാറുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതായത് നമുക്കൊക്കെ ഇപ്പൊ എന്റെ വീട്ടിൽ കറണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് കറണ്ട് ഉണ്ടോന്നായിരിക്കും ഞാൻ ഫസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോന്നായിരിക്കും നോക്കുക. അപ്പൊ ഈ അപ്പുറത്തോട്ടുള്ള എത്തിനോട്ടം മിസ് കുറച്ചാ മതി. അല്ലല്ല, അതുള്ള സാധനമാണ്. ഒന്നല്ലെങ്കിൽ അവരെ നിർത്തുക, അല്ലെങ്കിൽ നമ്മള് ആ സിറ്റുവേഷൻ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് നോക്കുക. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് നാടിനെ നന്നാക്കാൻ പറ്റില്ല, നമുക്ക് നമ്മളെ നന്നാക്കാൻ പറ്റുള്ളൂ. സോ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. നോക്കുന്നവര് നോക്കട്ടെ, പറയുന്നവര് പറയട്ടെ. ഇപ്പം നേരത്തെ അഭിരാമി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം. ഫാമിലി എന്നുള്ള പൊതുവെ അച്ഛന്റെ ഫാമിലി നിന്നാണെങ്കിലും അമ്മയുടെ ഫാമിലി നിന്നാണെങ്കിലും ആ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടോ അവര് അതൊരു ലിമിറ്റ് വരെയാണോ? എന്ന് വെച്ചാൽ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഹെൽപ്ലെസ് ആണ്. ഹെൽപ്ലെസ് ആണ്. ഈ പറഞ്ഞ കൂട്ടി ഇപ്പൊ ഞങ്ങളൊരു വലിയ ഇൻഫ്ലുവൻഷ്യൽ ഫാമിലി എന്നൊക്കെ ആയിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇടപെട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിയിലാണെങ്കിൽ നല്ല പാവ ആൾക്കാരാണ്. അങ്ങനെ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഈ ഒരു ആറ്റിറ്റ്യൂഡിലെങ്കിലും ഈ പറയുന്ന ലെറ്റ്സ് ഡു ഇറ്റ്, ലീഗലി നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പോലും പറയുന്ന ആൾക്കാരല്ല. എല്ലാവരും അച്ഛന്റെ സൈഡിൽ ഫുള്ള് മ്യൂസിഷ്യൻസ് ആണ്, അമ്മയുടെ സൈഡിൽ ഫുള്ള് മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് ആർക്കും ഈ പറയുന്ന തിളപ്പൊന്നുമില്ല. അപ്പം ദേ ആർ ഓൾവേസ് ദെയർ ഫോർ us. എന്ത് വന്നാലും ഒരു കോളിനപ്പുറത്ത് എല്ലാവരും ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് അവർക്കും ചെയ്യാനൊന്നുമില്ല. മുന്നോട്ടിറങ്ങി ഇങ്ങനെ ഫൈറ്റ് ചെയ്യാന്നുള്ള ആർക്കും ഇല്ല. കാരണം ഞങ്ങളുടെ ആർക്കും ആ ഒരു സ്വഭാവം ഇല്ല. ഇങ്ങനെ പിന്നെ ഇത് ചേച്ചി ലക്ഷങ്ങളിൽ ഒരാൾക്ക് ഒരു ഫാമിലിക്ക് പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് വർഷം അനുഭവിക്കേണ്ട വരുന്ന സീനൊക്കെ. അപ്പൊ നമുക്ക് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ കുറെ കാലത്തേക്ക് എങ്ങനെയാണ് എന്ത് ചെയ്യണ്ടേ. കാരണം നമുക്ക് അത് അതിന്റെ അകത്ത് നിൽക്കുമ്പോൾ അത് മനസ്സിലാവും. എത്ര വർഷമായിട്ടുണ്ടാവും? 14 years. അമൃതേശ്വര ഡിവോഴ്സ് ഒക്കെ തുടങ്ങി അല്ലേ? ചേച്ചി പറയാറുണ്ട് 14 വർഷത്തെ വനവാസമായിരുന്നു. അത് ഇപ്പൊ ഇരുന്ന് പറയുമ്പോ ചിരിക്കുന്നു. ഞങ്ങൾക്കിപ്പോ ഭയങ്കര ഇതെങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് മൂടാണ്. ഞാനിപ്പോ എങ്ങനെയാ ചേച്ചി, എന്നെ ഇപ്പൊ ആരെല്ലാം വിഷമിപ്പിച്ചാലും ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചാൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാ. അല്ല, എപ്പോഴും നമുക്ക് തോന്നും അമൃത പറയുമ്പോ തന്നെ എപ്പോഴും നിങ്ങൾ പറയുമ്പോ 14 years ആയി, ഇനി ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വരും. ആ ഒരു നമ്മൾ എപ്പോഴും അങ്ങോട്ടൊരു നമ്മൾ എത്തി നോക്കും അല്ലേ? എന്നായിരിക്കും നമുക്ക് ഫേവർ ആയിട്ട് ഒന്ന് കാറ്റ് വീശുക. ഞാൻ പറഞ്ഞ ചേച്ചി കമന്റ്സ് നോക്കുന്നതിന്റെ റീസൺ അതാണ്. ഈ വട്ടം ഇല്ല, ഓക്കെ നെക്സ്റ്റ്. ഓക്കെ. നമുക്ക് ചുറ്റുമുള്ള ടോക്സിക് ആയ മനുഷ്യരെ ഒരിക്കലും തിരുത്താനാകില്ല. അവർ അവരുടെ വഴിയെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഏത് സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്ന നമ്മുടെ കാര്യം മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചേച്ചീനെ പോലും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഐ കാൺ ചേഞ്ച് യു ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു ചേഞ്ച് യു. എനിക്കൊരു സ്ഥലം വർക്ക് ആവുന്നില്ല എന്ന് കണ്ടാൽ ഞാനാണ് അവിടെ നിന്ന് മാറേണ്ടത്. കാരണം പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരുപാട് എഫേർട്ട് വേണം. നമ്മൾ വേറൊരു മനുഷ്യനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ എനർജി ആയിരിക്കും ഫസ്റ്റ് ഡ്രെയിൻ ഔട്ട് ആവുക. അയാളുടെ തലത്തിലേക്ക് ഞാൻ ഇറങ്ങണം, അയാൾക്ക് പറയാൻ മനസ്സിലാവുന്ന ഭാഷയിൽ. അപ്പൊ ഞാൻ വെറുതെ ആ ടോക്സിസിറ്റി എടുക്കുകയാണ്. നേരെ മറിച്ച് സ്റ്റാൻഡ് വിടുക, അത്രേ ഉള്ളൂ. നമുക്ക് അത് എന്താണെങ്കിലും, അതിപ്പം പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ പ്രൊഫഷണൽ സീൻസ് ആയിക്കോട്ടെ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ട്രബിൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് നമ്മൾ ഒരു ടോക്സിക് എൻവയോൺമെന്റ് എന്ന് പറയാൻ ഒരാൾക്ക് തേർഡ് പാർട്ടിക്ക് വന്ന് നോക്കി പറയാൻ ഇതായിരിക്കും. പക്ഷെ നമ്മുടെ ഒരുപാട് ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് ഈ വിട്ടുപോരാനൊക്കെ ഭയങ്കര ഒരുപാട് കമ്മിറ്റ്മെന്റ്സ്. നമ്മളൊക്കെ ഇമോഷണൽ ബീയിങ്സ് ആണ്. നമ്മുടെ പല കാര്യങ്ങളിലും വൾണറബിൾ ആയിട്ടായിരിക്കും പല സാഹചര്യങ്ങളിലും നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പല സൊസൈറ്റീനെ ചിന്തിച്ചിട്ട് എന്റെ ഒരു ആത്മാർത്ഥത, എന്നാലും എന്റെ ഒരു ബെസ്റ്റ് അല്ലേ ഞാൻ കൊടുത്ത്, ഇങ്ങനത്തെയൊക്കെ പല കാര്യങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും. വർക്കിലാണെങ്കിലും കേട്ടോ, ഇപ്പൊ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ ഞാൻ എന്റെ ഏറ്റവും ആഗ്രഹിച്ച ജോലിയാണെങ്കിലും അത് എന്നെ ഭയങ്കരമായിട്ട് തളർത്തുകയാണെങ്കിൽ വി ഹാവ് ടു ബി സ്ട്രോങ് എനഫ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്.
ടോക്സിക് എൻവയോൺമെന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ നിന്ന് വിടാനേ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയെ ബോധിപ്പിച്ചു മാത്രമേ ജീവിക്കാവൂ എന്ന അലിഖിത പോളിസി സമൂഹത്തിൽ നിലനിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ചേച്ചിയായിട്ട് ഞങ്ങൾ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷനാണ്. അതായത് ചേച്ചിയുടെ ഓൺലൈൻ ഇതിനകത്തൂടെ വന്നിട്ട് എപ്പോഴും എന്ത് വന്നാലും ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റേ ഇടുള്ളൂ. പക്ഷെ ഐ ഓൾവേസ് ടെല്ലർ, ഇഫ് യു ആർ എന്തെങ്കിലും ഒരു റോങ് റൂമറോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണം. എന്നിട്ട് ഇപ്പൊ സത്യം പറയണം, വളരെ ജെനുവിനായിട്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി വേറെ ഇടത്തിൽ ഞാനത് പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഈ ഒരു ഇമേജ് മാത്രം പുറത്ത് കാണിച്ചാൽ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ വളരെ ജെന്യുവനായിട്ട് നമ്മുടെ മെയിൻ നമ്മൾ പാളിയ ഡെസിഷൻസ് ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും നിലപാടുകളാണെങ്കിലും വന്ന് പച്ചയ്ക്ക് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര വിമർശനമായിരിക്കും. നേരെ മറിച്ച് ഒരു പ്രശ്നം ഉണ്ടായതിന്റെ തൊട്ട് പറയാം, നമ്മളൊരു 10-20 വീഡിയോ ചെയ്യാണ് നന്മ കാണിച്ചുകൊണ്ട്, യു ആർ സോർട്ടഡ്, ഇറ്റ്സ് എ ഗുഡ് പേഴ്സൺ, അയ്യോ ഇയാളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യോ, അയ്യോ പാവം, അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയനെ ബോധിപ്പിച്ചത് തന്നെയാണ് ഇനിയുള്ള ജനറേഷൻ ഇതിനകത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ, ഈ ലൈം ലൈറ്റ് അല്ലെങ്കിൽ ഈ ഷോബിസ്റ്റിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇനിയുള്ള ജനറേഷൻ എങ്ങനെ സോഷ്യൽ മീഡിയക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോപ്പർ PR വർക്ക് ഇതെന്താന്ന് പഠിച്ചിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ ജെനുവിൻ ആയിട്ട് നിന്നുകൊണ്ട്, പഴയ കാലത്തൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്താണോ അങ്ങനെ നിൽക്കുക. ഇനി അതൊന്നും നടക്കില്ല. ഇത്രയും സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടും ഒരു വീട്ടില് 5 വയസ്സുള്ള കുട്ടി തൊട്ട് 55 വയസ്സുള്ള അമ്മയുടെ കയ്യിൽ വരെയും ഫോണുള്ള സമയത്ത് ഇത്രയും ആൾക്കാരെ ഒരേപോലെ അവർക്ക് മനസ്സിലാവുന്ന ഒറ്റ ഭാഷ ഉണ്ടാവുള്ളൂ, നന്മ. ഈ നന്മ മാക്സിമം കാണിച്ചുകൊണ്ട് എത്ര ഉഡായിപ്പാണെങ്കിലും നിങ്ങൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഐ ഹവ് ഓൾവേസ് ഫെൽ സോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജെനുവിനിറ്റിയേക്കാൾ കൂടുതൽ ബിൽഡ് എൻ ഇമേജ്, ഒരു ഫേക്ക് ഫേസ് വേണം. അപ്പോ ആബ്സല്യൂട്ട്ലി. കാരണം ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കേസിൽ ഇപ്പൊ ഞാനൊക്കെ വന്ന് നിന്ന് സംസാരിച്ചിട്ട് എന്ത് മാത്രം ഹേറ്റ് ഉണ്ടായത്. എന്നാൽ ഞാൻ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഐ ഹാവൻറ്റ്, മൈ സിസ്റ്റർ ഹാസ് നോട്ട്. ഇപ്പം അതിനകത്തല്ല കാര്യം. നേരെ മറിച്ച് ഞാൻ ഒരുപാട്, ഇപ്പം ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമല്ല പറയുന്നത്, ഞാൻ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ലോക കള്ളന്മാരായിട്ടുള്ളവരെ അറിയാം. പക്ഷെ അവരൊക്കെ ഭയങ്കര നല്ല ഇമേജ് കൊണ്ടു നടക്കുന്ന ആൾക്കാർ, കള്ളന്മാർ മാത്രമല്ല കള്ളികളും ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ മീഡിയയിൽ അവരുടെ പ്രൊഫൈല് കയറിയ നന്മ മാത്രമേ ഉള്ളൂ. കളിക്കാൻ അറിയാം അവർക്ക്. ദാറ്റ് തിങ് വി ഹാവ് ടു, ഒന്നല്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഇന്ന് മാറിയിക്കുക, അല്ലെങ്കിൽ 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ കള്ളത്തരം കാണിച്ച് നിൽക്കാറിയുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു പേഴ്സോണ ബിൽഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തോണ്ട് മുമ്പോട്ട് പോവുക. ഇപ്പം ഞങ്ങൾ ആ 3ാമത്തേല് കുറെ കാലമായിട്ട് അങ്ങനെ, പിന്നെ ഞങ്ങൾ ഒരു കള്ളത്തരം കാണിച്ച് തുടങ്ങിയിട്ടും കാര്യമില്ല, അത് ഏക്കില്ല. അപ്പം നമ്മൾ ട്രൈ പോലും ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും കളിക്കാൻ അറിയാവുന്നവർ മാത്രം ഇറങ്ങേണ്ട ഒരു, ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കലിയുഗം, ഇവിടെ വേറെ ഗെയിംസാ അതിന്റെ ഒപ്പം ഞാൻ ഒന്നാമതൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല, ഇതൊക്കെ കൂടെ കേൾക്കുമ്പോ നമുക്കൊക്കെ ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വേറെ ടൈപ്പ് ഒരു ലോകം തന്നെയാണ് ഇതെന്ന് പറയണത്. ബാപ്രേ. എന്നെങ്കിലും നിങ്ങളെ എല്ലാവർക്കും മനസ്സിലാകും എന്ന വിശ്വാസത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ അതാണ് ഞങ്ങളുടെ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, ഹോപ്പ്. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പറയും, സത്യം എന്തൊക്കെ വെച്ച് അടച്ചു വെച്ചാലും അത് പുറത്തു വരും. അതുപോലെ ഒരു ഡയമണ്ട് എത്ര അഴുക്കിനടിയിലിട്ടാലും നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റിൽ ഷൈൻ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ അവർ പറയുന്നത്, നമുക്കൊരു ദിവസം വരും, ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ്. അത് പറയുമ്പോൾ എനിക്ക് ഇമോഷനാവും. വെയിറ്റ് ഫോർ ദാറ്റ് ഡേ ആൻഡ് വിൽ വെയിറ്റ്. അത് ഇത്രയും ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അത് കയ്യിൽ നിന്ന് പോയതാ. ഇല്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബ്രാമി. ആ ഒരു ഇപ്പൊ ഞാനും ഇത്ര പുറമേ നല്ല ഇത്ര നാളും നിങ്ങളുടെ പ്രോബ്ലംസ് കണ്ടുവരുന്നത്. ഇപ്പം ഐ എം ടോക്കിംഗ് ടു യു, ഇത് ആ ഒരു ഇതിനോട് പറയുമ്പോ ഇത് എനിക്ക് അഭിരാമി എത്ര ചിരിച്ചോണ്ടാണ് പറയുന്നെങ്കിലും എനിക്ക് ആ ഉള്ളിൽ നിന്ന് അതിന്റെ ഇവർ എന്റെയും കണ്ടെന്ന് അറിയണു. നമുക്ക് ആ ഒരു പെയിൻ ശരിക്കും നമുക്കത് മനസ്സിലാവും. നിങ്ങള് നോയിങ്ലി അൺനോയിങ്ലിയും എന്തൊക്കെയല്ലേ നിങ്ങളത്. അപ്പൊ അതെന്തായാലും അത് ഒരു സമയം. ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ അച്ഛൻ മുകളിലും ഉണ്ട്. സോ പുള്ളി അവിടെ നിന്ന് ഗെയിംസ് കളിച്ചോളും. ഞങ്ങൾക്ക് കളിക്കാൻ പറ്റാത്ത ഗെയിംസ് ഹീൽ ഡു ഇറ്റ് ഫോർ അസ്. അപ്പോൾ വി ഡു ബിലീവ്. അതായത് ഇത് മാത്രമല്ല, ഈ പറയുന്ന ചേച്ചിയുടെ പ്രീവിയസ് മാരേജിന്റെ കാര്യം മാത്രമല്ല, ഓൾ ടുഗെദർ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാത്ത വളരെ ജെന്യുവൻ ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണെന്ന് ഒരു പോയിന്റിൽ പ്രൂവ് ആവും.
വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. Yeah. വി ഹാവ് ടു. കാരണം Yeah, you have to. പാപ്പു എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ ആ കുഞ്ഞിന്റെ ഒരു പ്രയാസം ദൈവം ഞങ്ങളുടെയൊക്കെ പിന്നെയും പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന ഒരു എനർജി ഒക്കെ മുകളിലുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഒരു സാധനം കാണാതിരിക്കില്ല. അപ്പം ദാറ്റ് ഡേ വിൽ കം ഫോർ ഷുവർ. മോളും പാട്ടിലൊക്കെ എങ്ങനെയാ പാപ്പും? നന്നായി പാടും. ആളൊരു എല്ലാത്തിലും ഒരു വേറെ ടേസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ നന്നായി വരയ്ക്കും, നന്നായി പാടും. ഷീസ് ഗുഡ് ഇൻ അക്കാഡമിക്സ്, എല്ലാം ചെയ്യും. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ചേച്ചിയും ആളും കൂടെ ഒരു പാട്ട് ചെയ്ത്, ഐ മീൻ ഓൾറെഡി ഉള്ളതാണ്, അവളൊരു പാട്ടുണ്ട്. ഇപ്പൊ വരും. ഒറ്റ മിനിറ്റ്, എനിക്കറിയില്ല അത് റിലീസ് ആവുന്ന ഡേറ്റ് എന്നായിരിക്കും. എങ്ങനെ പോയാലും 26-27 അപ്പം അവരൊരു പാട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടാ മതി. വന്നു എന്നുള്ള രീതിയിൽ പറയണോന്നുള്ളത് എനിക്ക് അറിയില്ല. താങ്ക് യു, സോറി. അപ്പൊ ഇനി അധികം വൈകാതെ അമ്മയ്ക്കും അഭിയമ്മയ്ക്കും മോൾക്കും നിങ്ങൾക്ക് 3 പേർക്കും കൂടെ നമ്മുടെ അമൃതം ഗമേലല്ലേ? അതെ.